നമ്മുടെ ഭർത്താക്കന്മാർ അധ്വാനിച്ച തുകയെ എറിഞ്ഞു കളിക്കരുത്, എറിഞ്ഞു കളയരുത്. അതുകൊണ്ട് ദാരിദ്ര്യം നമ്മൾക്ക് വരാതിരിക്കാൻ വേണ്ടി അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നൽകിയ ഒരു പരിഹാരമാണ് പരിശുദ്ധമായ സൂറത്തുൽ വാഖിഅ പാരായണം ചെയ്യാം. ലൻ തുസിബുഹു ഫാഖ. ഇത് ഓതുന്ന ആളുകൾക്ക് ദാരിദ്ര്യം ഉണ്ടാവില്ല. ഇനിയൊരു കോടീശ്വരനായ ഒരു സഹോദരൻ 2-3 ആഴ്ച മുമ്പ് കണ്ടപ്പോൾ എന്നോട് രഹസ്യമായിട്ട് പറഞ്ഞു, ഞാൻ കുറച്ചു കാലമായി സൂറത്തുൽ വാഖിഅ ഓതാൻ തുടങ്ങിയിട്ട്. എന്നോട് ആരോ പറഞ്ഞതല്ലേതോ വാളിൽ കേട്ടതോ. ഞാൻ അതിനുശേഷം കേട്ടതിന് ശേഷം, വലിയ മുതലാളിയാണ്, ഇത് കേട്ടതിന് ശേഷം അഥവാ ഓതിയാൽ ദാരിദ്ര്യം ഉണ്ടാവില്ല. അയാൾ വലിയ കോടീശ്വരനാണ്. അദ്ദേഹത്തിന് അല്ലാഹുവിന്റെ ആ നൽകിയ നിഅമത്ത് നിലനിൽക്കാൻ വേണ്ടി ഞാൻ എല്ലാ രാത്രിയിലും സൂറത്തുൽ വാഖിഅ ഓതാറുണ്ട്. അല്ലാഹു സമ്പത്ത് നിലനിർത്തി കൊടുക്കട്ടെ. വലിയ 2 കോടിയോളം വിലമതിക്കാൻ പോകുന്ന ചെലവുള്ള പള്ളി അദ്ദേഹം നിർമ്മിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വരാൻ നമ്മൾ നമ്മുടെ ദുനിയാവിന്റെ നിലനിൽപ്പിന് വേണ്ടി പരിശുദ്ധമായ സൂറത്തുൽ വാഖിഅ പാരായണം ചെയ്യാം. ഇദാ വഖഅത്തിൽ വാഖിഅ ലൈസ ലിവഖഅതിഹാ കാദിബ ഖാഫിളത്തുർ റാഫിഅ ഇദാ റുജ്ജത്തിൽ അർളു റജ്ജാ വബുസ്സത്തിൽ ജിബാലു ബസ്സാ. ഖിയാമത്ത് നാളിന്റെ ഗൗരവങ്ങൾ, നരകത്തിന്റെ ഭയാനകത, സ്വർഗ്ഗത്തിന്റെ മനോഹരമായ അന്തരീക്ഷങ്ങൾ എല്ലാം വിവരിക്കുന്ന പരിശുദ്ധമായ സൂറത്തുൽ വാഖിഅ പാരായണം ചെയ്യാം. പിന്നെ കഴിയുന്ന ആളുകൾക്ക് രാവിലെ ചൊല്ലിയതുപോലെ ഒരു 100 ഇസ്തിഗ്ഫാർ, അസ്തഗ്ഫിറുല്ലാഹൽ അസീം. അല്ലാഹുവിന്റെ ഹബീബ് 100 കണക്കിന് ഇസ്തിഗ്ഫാർ ദിവസേന ചൊല്ലിയിട്ടില്ലേ? അസ്തഗ്ഫിറുല്ലാഹൽ അസീം. ഒരു 100 സ്വലാത്ത് ചൊല്ലാമല്ലോ. ഇന്ന ഔലൻ നാസി ബി യൗമൽ ഖിയാമ. നാളെ കോടാനകോടി ആളുകൾ ഒരുമിച്ച് കൂടുന്ന മഹ്ശറ ലോകത്തെ എന്നോട് ഏറ്റവും ബന്ധപ്പെട്ട് കിടക്കുന്നവർ, എന്റെ ഇഷ്ടക്കാരാരാണെന്ന് അറിയുമോ എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുന്നുണ്ട്. എന്റെ ഇഷ്ടക്കാർ ഒരുപാട് സ്വലാത്ത് ചൊല്ലിയ ആളുകളാണ്. ജീവിതത്തിൽ ഒരു 100 സ്വലാത്ത് പോലും ദിവസം ചൊല്ലാത്ത നമ്മൾ എങ്ങനെയാണ് അല്ലാഹുവിന്റെ ഹബീബിന്റെ മുന്നിലേക്ക് അടുക്കാൻ കഴിയുക? ഒരു 100 സ്വലാത്ത് പോലും ചൊല്ലാൻ കഴിയാത്ത നമ്മൾ എങ്ങനെയാണ് പരിശുദ്ധ ഹബീബിന്റെ സമീപത്തേക്ക് അടുക്കാൻ കഴിയുക? അതുകൊണ്ട് ഒരു 100 സ്വലാത്ത് ചൊല്ലാം. അപ്പോഴേക്കും ഇശാഇന്റെ ബാങ്ക് വിളിക്കാനുള്ള സമയമായി. ഇശാ നിസ്കരിച്ചു, ഹദ്ദാദ് ചൊല്ലി, പിന്നെ നമ്മൾക്ക് സുന്നത്ത് നിസ്കരിച്ചു, ഭക്ഷണം കഴിക്കാം, കിടന്നുറങ്ങാം. 40 വയസ്സ് കഴിഞ്ഞ ആളുകൾ ഇവിടെയുണ്ടെങ്കിൽ വളരെ പേടിക്കേണ്ട ഒരു ഹദീസ് ഞാൻ പറഞ്ഞു തരട്ടെ. 40 വയസ്സ് കഴിഞ്ഞ ആളുകൾക്കൊന്നൊക്കെ പൊക്കെ പൊക്കിക്കോളി. ഇനി പെണ്ണൊട്ടിക്കാനൊന്നുമില്ല, വേഗം പൊക്കിക്കോളി. കുറെ പെണ്ണുങ്ങൾ കൈ വെക്കൂല, അതിനവർക്ക് 40 വയസ്സൊന്നും ആവൂല, കുറച്ച് കഴിയണം. അപ്പോ 40 വയസ്സ് കഴിഞ്ഞ ആളുകൾ അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, ഒരാൾക്ക് 40 വയസ്സായാൽ വലം യഗ്ലിബ് ശർറുഹു ഖൈറഹ വലം യഗ്ലിബ് ഖൈറുഹു ശർറഹ, അവന്റെ ഖൈറ് ശർറിനേക്കാൾ, തിന്മയേക്കാൾ, തെറ്റിനേക്കാളും കൂടുതൽ നന്മ അയാൾ ചെയ്യുന്നില്ലെങ്കിൽ, 40 വയസ്സ് കഴിഞ്ഞ ഒരാളുടെ ജീവിതത്തിൽ നന്മയെക്കാളും കൂടുതൽ തിന്മയാണ് വരുന്നതെങ്കിൽ ഫൽയതജഹസ് ഇലന്നാർ, അയാൾ നരകാവകാശിയാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. കണക്കെടുത്ത് നോക്കിയിട്ടുണ്ടോ? എപ്പോഴെങ്കിലും ഒരു ദിവസം ഉറങ്ങാൻ കിടക്കുമ്പോ പഠിച്ചോനെ ഇന്ന് നന്മയാ കൂടുതൽ ചെയ്തത് തിന്മയാണോ? 40 വയസ്സ് കഴിഞ്ഞ ആളുകൾ തിന്മയാണോ? നരകാവകാശിയാണ്. അതുകൊണ്ട് 40 വയസ്സ് കഴിഞ്ഞ ആളുകൾ ജാഗരൂകരാവണം. 40 വയസ്സ് കഴിയുന്നത് വരെ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല മലക്കുകളോട് പറയുമത്രേ, അനിർഫഖാ, എഴുതരുത്. ഒരു തെറ്റ് ചെയ്താൽ ഉടനെ എഴുതി വെക്കാൻ പാടില്ല. ഒരു തെറ്റ് ചെയ്താൽ, ഒരു ഹറാമ് കണ്ടു, അപ്പൊ തന്നെ എഴുതി വെക്കണ്ട, കുറച്ച് വെയിറ്റ് ചെയ്യും. 3 സഅഅത്ത്, ഒന്നുകിൽ 3 മണിക്കൂർ, 3 മിനിറ്റ്, 3 അവസരം. ആദ്യം ഒരു ഹറാമ് കണ്ടു, എഴുതി വെക്കും. രണ്ടാമതും കണ്ടു, അതേ ഹറാം, മൂന്നാമതും കാണും, എഴുതി വെച്ചാൽ മതി. അനിർഫഖാ, ഒന്ന് മയം കാണിക്കുക എന്ന് മലക്കുകളോട് പറയുമത്രേ. ചെറുപ്പക്കാരോട് 10, 15 മുതൽ 40 വയസ്സ് വരെയുള്ള ആളുകൾ ഒരു തെറ്റ് ചെയ്യുമ്പോൾ എക്സ്ക്യൂസ് ഒക്കെ കൊടുക്കുക, ഒരു ഇളവൊക്കെ കൊടുക്കുക. ഓൺ ദി സ്പോട്ട് അത് എഴുതി വെക്കണ്ട. അല്ലെങ്കിൽ 3 മണിക്കൂർ എഴുതി വെക്കാതെ അങ്ങനെ പേന പിടിച്ചു നിൽക്കും. എന്തിനെന്നറിയോ?
ആ ഹറാമ് കണ്ടതിന്റെ പേരിൽ അയാൾ ഇസ്തിഗ്ഫാർ ചൊല്ലുന്നുണ്ടോ എന്ന് നോക്കാൻ. ഹറാമ് കണ്ടു, ഹറാമ് കേട്ടു, ഹറാമ് ചെയ്തു പോയി, ഖേദമുണ്ടായി, പശ്ചാത്താപമുണ്ടായി, ഉടനെ തന്നെ പടച്ച റബ്ബേ അസ്തഗ്ഫിറുല്ലാഹ്, പുറത്തു തരണേ അല്ലാഹ്, എന്റെ ഭാഗത്തൊരു ഹറാമ് വന്നുപോയി. എഴുതി വെക്കൂല, ആ തെറ്റ് എഴുതയില്ല. അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, ഇത്തഖുല്ലാഹ ഹൈസുമാ കുൻത, എവിടെ പോയാലും നിങ്ങൾ അല്ലാഹുവിനെ പേടിക്കണേ. അത് സ്കൂളിലാണെങ്കിലും ക്യാമ്പസിലാണെങ്കിലും കലാലയങ്ങളിലാണെങ്കിലും നാട്ടിലാണെങ്കിലും പുറത്താണെങ്കിലും സ്റ്റഡി ടൂറിലാണെങ്കിലും ഇത്തഖുല്ലാഹ്, അല്ലാഹുവിനെ പേടിക്കണേ മുഅ്മിനീങ്ങളെ. നിങ്ങൾ എവിടെ പോയാലും ഗൾഫിലാണെങ്കിലും നാട്ടിലാണെങ്കിലും അല്ലാഹുവിനെ നിങ്ങൾ പേടിക്കണം. അല്ലാഹു കൂടെയുണ്ട് എന്ന ചിന്ത നിങ്ങൾക്കുണ്ടാവണം. അല്ലാഹു മഈ, അല്ലാഹു മഈ, അല്ലാഹു എന്റെ കൂടെ തന്നെയുണ്ട്, അല്ലാഹു എന്നെ വീക്ഷിക്കുന്നുണ്ട്, അല്ലാഹു എന്നെ നോക്കുന്നുണ്ട് എന്ന ചിന്ത എവിടെയാണെങ്കിലും നിങ്ങൾക്കുണ്ടാവണം. ഒരു തെറ്റ് വന്നാൽ ഉടനെ ഒരു നന്മ ചെയ്താൽ ആ തെറ്റ് രേഖപ്പെടുത്തുക പോലും ചെയ്യാതെ ആ തെറ്റിനെ മായ്ച്ചു കളയുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. 40 വയസ്സ് വരെ, 40 വയസ്സായാൽ നന്മയും തിന്മയും എഴുതി വെക്കുന്ന മാലാഖമാരോട് അല്ലാഹു പറയുമത്രേ, 40 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ എക്സ്ക്യൂസ് കൊടുക്കണ്ട, പിന്നെ ഇളവ് നൽകണ്ട, എഴുതി വെക്കാൻ പറയുമത്രേ. അതുകൊണ്ട് 40 വയസ്സ് കഴിഞ്ഞാൽ അല്പം ഒന്ന് ശ്രദ്ധ വേണേ, ഒന്ന് ജാഗരൂകരാവണം, ഒന്ന് ശ്രദ്ധിക്കണേ. ഉറങ്ങാൻ കിടക്കുമ്പോ എല്ലാ ദിവസവും ഒരു വിചാരണ നടത്തണം. അല്ലാഹുവേ, ഇന്നെന്റെ നന്മയാണോ തിന്മയാണോ ഇന്ന് ഞാൻ കൂടുതൽ ചെയ്തത്? ഒരു കാൽക്കുലേഷൻ, ഒരു അക്കൗണ്ടിങ്, അല്ലെങ്കിൽ നമ്മൾക്ക് എന്ത് ചെയ്യാം, ഒരു കണക്കെടുപ്പ് നടത്താം. അങ്ങനെ നടത്തി നോക്കുമ്പോ ഇന്ന് തിന്മയാണ് ഞാൻ കൂടുതൽ ചെയ്തത്. ആകെ 8 മണിക്കൂർ 12 മണിക്കൂറാണുള്ളത്. അതിൽ 4-5 മണിക്കൂർ സിനിമയായി, 2-3 മണിക്കൂർ ക്ലബിലായി, ആകെ 5-10-15 മിനിറ്റ് നിസ്കാരത്തിന് വേണ്ടി ചെലവഴിച്ചിട്ടുണ്ട്. പഠിച്ചോനെ, ഇന്ന് ചിന്മയാണല്ലോ കൂടുതൽ. എങ്കിൽ ഉറങ്ങല്ല. ഉറങ്ങുന്നതിന് മുമ്പേ ആ തിന്മയെ കവച്ചു വെക്കാൻ വേണ്ടി ഒരു 100 ഇസ്തിഗ്ഫാറോ അല്ലെങ്കിൽ തൗബ ചെയ്തിട്ട് കിടന്നുറങ്ങിയാൽ മതി. ഓരോ ദിവസവും നമ്മുടെ തിന്മയാണ് നന്മയേക്കാൾ കൂടുതലുള്ളതെങ്കിൽ നരകത്തിലേക്ക് അയാൾ ഒരുങ്ങട്ടെ എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. അപ്പൊ ഇതാണ് ഒരു ദിവസത്തെ ചെറിയൊരു ഷെഡ്യൂളാണ് ഞാൻ പറഞ്ഞു തന്നത്. ഹദ്ദാദ് ചൊല്ലിക്കഴിഞ്ഞാൽ വീട്ടിലെത്തി, ഭക്ഷണം കഴിച്ചോ, പിന്നെ TV തുറക്കണ്ട, വേഗം കിടന്നുറങ്ങ്. 9 മണിക്ക് കിടന്നുറങ്ങി, 10 മണിക്ക് കിടന്നുറങ്ങിയാൽ നാളെ സുബഹി ബാങ്കിന്റെ അരമണിക്കൂർ മുമ്പ് നമ്മൾക്ക് വളരെ എളുപ്പത്തിൽ സ്വമേധയാ തന്നെ ഉണരാൻ കഴിയും. ഈ ഒരു ചര്യ, ഈ പറഞ്ഞൊരു ഷെഡ്യൂൾ ഇൻഷാ അല്ലാഹ് നാളെ മുതൽ ഓരോ വീട്ടിലും തുടങ്ങാൻ വേണ്ടി ശ്രമിക്കണം. ഒരാഴ്ച തുടർച്ചയായി ഇത് ചെയ്താൽ ഖിയാമത്ത് നാൾ വരെ, നിങ്ങളുടെ മരണം വരെ നിങ്ങൾക്ക് ഇത് തുടരാൻ കഴിയും. എവിടെയാണെങ്കിലും ഒരു ദിവസം പോലും ഒരു ഓർഡർ തെറ്റാതെ നിങ്ങളുടെ ജീവിതത്തിൽ പകർത്താൻ കഴിയും. 21 ദിവസം മിനിമം നിങ്ങൾ ഇത് ചെയ്തു നോക്ക്. 21 ദിവസം നിങ്ങൾ മിനിമം ഇത് ചെയ്തു നോക്ക്. 21 ദിവസം സുബഹിക്ക് മുമ്പ് അരമണിക്കൂർ മുമ്പ് ഉണരെ, സുബഹിക്ക് മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്ക്. അല്ലാഹുവിന്റെ ഹബീബ് എന്ത് തിരക്ക് വന്നാലും എന്ത് ബുദ്ധിമുട്ട് വന്നാലും സുബഹിക്ക് മുമ്പുള്ള 2 റക്അത്ത് നിസ്കാരം ഒഴിവാക്കിയിട്ടേ ഇല്ല. സുബഹിക്ക് മുമ്പുള്ള 2 റക്അത്ത്, റക്അത്തുൽ ഫജ്ർ ഖൈറുൽ ലക മിനദ് ദുനിയാ വമാ ഫീഹാ, ദുനിയാവ് മുഴുവനും കിട്ടുന്നതിനേക്കാളും നിനക്ക്, ദുനിയാവ് മുഴുവനും കിട്ടുന്നതിനേക്കാളും നല്ലത് സുബഹി നിസ്കാരത്തിന് മുമ്പുള്ള 2 റക്അത്താണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് ആയിഷ ബീവി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണിത്. അതുകൊണ്ട് ഇത് നഷ്ടപ്പെടുത്തരുത്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. സുബഹി നിസ്കാരം കഴിഞ്ഞാൽ കിടന്നുറങ്ങാതെ സൂര്യൻ ഉദിക്കുന്നത് വരെ ദിക്ർ ചൊല്ലിയാൽ പരിപൂർണമായ പരിപൂർണമായ ഉംറയുടെ പ്രതിഫലമാണ്. അതും നമ്മൾ എല്ലാ ദിവസവും കരസ്ഥമാക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. പിന്നെ നമ്മുടെ ശരീരത്തിന്റെ ഓരോ കെടുപ്പുകൾക്ക് പകരമായി സ്വതക്ക നൽകുന്നതിന് തുല്യമാണ് ദുആ നിസ്കാരം. അതും അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ദുഹർ, അസ്ർ, മഗ്രിബ്, ഇശാ വളരെ കൃത്യമായി ജമാഅത്തായി പങ്കെടുക്കാൻ തയ്യാറാവണം. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നാളെ സ്വർഗ്ഗീയ ലോകത്ത് ഇതേപോലെ ഒരുമിച്ച് കൂടാൻ നമ്മൾക്ക് അവസരം നൽകട്ടെ. ഞാൻ പറഞ്ഞു വന്നത് 4 കാര്യമാണ് അല്ലാഹു
അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത് മദീനയിലെത്തിയപ്പോ അഫ്ശുസ്സലാം, സലാം പറയണം, വഅത്ഇമുത് തആം, ഭക്ഷണം നൽകണം, വസിലുൽ അർഹാം, കുടുംബ ബന്ധം ചേർക്കണം, വസല്ലൂ ബില്ലൈൽ വന്നാസു നിയാം, ജനങ്ങളെല്ലാവരും ഉറങ്ങിക്കിടക്കുമ്പോ 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിക്കണേ.